അവര് എല്ലാ സാധനങ്ങളെല്ലാം എടുത്തോ? സ്ട്രൈറ്റ് ഇതൊന്നും ചെയ്തില്ലേ? എല്ലാ സാധനം എടുത്തോ? കമ്മല്, മാല, ഡ്രസ്സ്. 8:45? ആരോടാ പറഞ്ഞേ? ഇന്ന് പ്രോഗ്രാമുണ്ട്, നാരായണിക്ക് ഡാൻസ് പ്രോഗ്രാം. അവരുടെ മെറിറ്റ് ഡേ ആണ്. അപ്പം പോകാൻ പറ്റില്ല. കൊച്ചു ശാമ്പവി തന്നെ ഉള്ളതുകൊണ്ട് അവളിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇച്ചിരി പച്ചക്കറി മേടിച്ചിട്ട് വരാൻ പറ്റുമോ? പച്ചക്കറി അതല്ല, മെഴുക്കോട്ട് തോന്നെ എന്തെങ്കിലും വെക്കണ്ട. ഈ പയറ് പരിപ്പ് മൊത്തം നാളെ പച്ചക്കറിയാണ് വേണ്ടത്. അതല്ലേ ചേച്ചേ. ഇല്ല എടുത്തോണ്ടാ, ഫോൺ ഇവിടെ കുത്തിയിട്ടേക്കുന്നു. എടുത്തോണ്ടാ, ചോറൊക്കെ എടുത്ത്. ഇപ്പം മറന്നു പോയാ. ഓക്കെ, അവിടെ റേഞ്ചില്ല. കുട്ടിക്കാലം ഇനി അവിടെ കുറച്ച് ദിവസം കാണത്തുള്ളൂ. പിന്നെ നമ്മളവിടെ നിന്ന് പണി കഴിഞ്ഞ് തീർന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി വീഡിയോ എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഇതുപോലൊന്നും പറ്റിയെന്നൊന്നും പറയത്തില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് അവിടെ എടുക്കാൻ പറ്റുന്നതെല്ലാം അങ്ങ് എടുക്കുന്നുണ്ട്. ഉച്ചയ്ക്കും വൈകിട്ട് ഇറങ്ങാൻ നേരത്തും പോകുമ്പോഴൊക്കെ. അത് തന്നെയല്ല, ഈ മഴക്കാലത്തിൻ്റെ ഭംഗി അവിടെ വേറൊരു സമയത്ത് കിട്ടണമെന്നില്ല. മഴക്കാലത്ത് നല്ല ഭംഗിയാണ്. അതാ ഭാഗം പശ്ചിമഘട്ടത്തിൽ എവിടെയാണല്ലോ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടം കുറച്ച് അടുത്താണ്, അതേസമയം സൂപ്പറുമാണ്. ഇന്നും രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു വെയിൽ പോലെ കാണും. അതും വെച്ചോണ്ട് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല. അവിടെ ചെല്ലുമ്പം ഒന്നേ മഴയായിരിക്കും, അല്ലെ മഞ്ഞായിരിക്കും, ചിലപ്പോൾ രണ്ടും കാണും. ഇന്നലത്തെ ഒരു ടൈം ലാപ്സ് പോലെ ഇട്ടിട്ടുണ്ട്, അത് ഇതിനകത്ത് കാണാം. ഈ കാലാവസ്ഥ മാറി മാറി വരുന്നത് പെട്ടെന്ന്. മഴ വരും, പോകും, പിന്നെയും വരും, പിന്നെ മഞ്ഞ് വരും, അങ്ങനെ 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 മാറിക്കൊണ്ടിരിക്കുക. അവിടെ കാലാവസ്ഥ ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. വെള്ളമൊക്കെ കുറച്ച് താങ്ങും. മഴ തുടങ്ങി. മഴ ശാംഭവിക്ക് പിന്നെ ഇവിടെ ടി വി ആയി, ഇവിടുന്ന് കഴിക്കാൻ പറ്റും അല്ലേ ശാംഭവി? മീര ചേച്ചിയുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടോന്ന് ചോദിച്ചോണ്ടിരിക്കുക. ഇനി വരുവാണെങ്കിൽ അവള് വെച്ച് തരും. പക്ഷെ ഇപ്പോഴല്ല, മോൻ്റെ അസുഖം കുറയട്ടെ. നല്ല മഴക്കാറ് ഇപ്പൊ പെയ്യും.
മഴയാണ്, രാവിലെ തൊട്ടേ മഴയാണ്. സമയം എത്ര 9 മണിയൊക്കെ കഴിഞ്ഞാണ് വൈകിട്ട്. നല്ല മഴ കേട്ടോ. ഇന്നത്തെ ദിവസം ഒന്നും നടക്കില്ല, ഏറ്റവും ദൂരം നടക്കുകയല്ല, ഒന്നും നടക്കില്ല. വീട്ടിനകത്ത് തന്നെ ഇരിക്കാം. ചോറും കറിയായി, കാപ്പിയെല്ലാമായി. ഇനിയിപ്പം പോയിരുന്ന് വെറുതെ ശാംഭവിയായിട്ടിരുന്നങ്ങ് ടി വിയും കണ്ടങ്ങിരിക്കാം, ഇത്രേ ഉള്ളൂ. കാലാവസ്ഥ കുറേ ദിവസം കൂടി ഇന്ന് ഇച്ചിരി വെയിൽ വന്നിട്ടുണ്ട്. ആ മലയിലൊക്കെ മഞ്ഞുണ്ട്, ഇവിടെ കുറച്ച് ഇതേ തെളിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഇപ്പോൾ കാണാം. അല്ലെങ്കിൽ ഈ മലയൊന്നും കാണത്തില്ല, ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. അത് ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തെളിച്ചം അവിടെയൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ട ഉടനെ ഞാൻ പെട്ടെന്ന് വന്ന് വീഡിയോ എടുത്താൽ, കാരണം എന്താ, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. നൃത്തം കഴിഞ്ഞ് എഴുന്നള്ളുകയാണ്. ഫ്ലോപ്പായോ എന്ന് ഇപ്പം കണ്ടല്ല. വരവ് കാണുമ്പോൾ അറിയാലോ, എല്ലാം പൊട്ടിപ്പോയ വെക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഓക്കെ എല്ലാം ഓക്കെ ആയല്ലോ? ഒറ്റ കേസ് മതി, എല്ലാം ഓക്കെ ആയോ? അത് മതി. വീഡിയോ ഇപ്പോൾ കിട്ടും. അത് ഞാനിപ്പോൾ ഒന്ന് കഴുകിയത്, അത് മൊത്തം ഈ അമ്മയുടെ സിന്ദൂരം പറ്റി. കേട്ടില്ല. വന്നപ്പോൾ മഴയില്ല, നന്നായി. എത്ര ദിവസം കൂടിയാണെന്നറിയോ ഇച്ചിരി വെയിൽ കാണുന്നത്. തുമ്പികൾ, ചിന്ന ചിന്ന തുമ്പികൾ. മുങ്ങി തപ്പിയാലോ? പേരൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്, പക്ഷേ ഉണ്ടല്ലോ മഴ ആയതുകൊണ്ട് ഉള്ളുകയില്ല, ഒരു വിളച്ചവയാണ്. ഉണ്ടോ? ഓ വേണ്ട, ഇന്നലെ കണ്ടാൽ മതി.
കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറിച്ചായിരുന്നു. ഭയങ്കര പുളി തന്നെ. ശിലാവത്തിൽ കാണുന്ന കല്ലുകൾ കാണിച്ചോളൂ. വെള്ളത്തിൽ വീണ ഇങ്ങനത്തെ കാണിച്ച കല്ല ഇപ്പൊ നല്ലതെന്ന് പറയും. ആര് പറയും? ആര് പറയും? ഇവിടെ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നില്ല ചേ. ഇതെല്ലാം ഇതുപോലെ കിടന്നതല്ലേ, നന്നാക്കി എടുത്തേ. ഇതുപോലെ പഴയ ലയങ്ങൾ കിടന്നതെല്ലാം നശിച്ചു പോയിരുന്ന ഈ എസ്റ്റേറ്റൊന്നും വർക്ക് ചെയ്യാതെ കുറേ കാലം ചുമ്മാ കിടന്നപ്പം ആൾക്കാരും എല്ലാം പോയി വെറുതെ കിടന്ന്. ആ സമയത്ത് ഇവരിത് വാങ്ങിയിട്ട് ഇതെല്ലാം പരനമ്പരും കാര്യങ്ങളൊക്കെ ഉള്ളതിന്. പക്ഷേ ഇത് ചുമ്മാ കിടന്നിങ്ങനെ പോയതാണ്. ഇതെല്ലാം ഇവർ പണിത് തറയെല്ലാം ഇട്ട് സെറ്റാക്കി എടുത്തതാണ്. ഇപ്പോൾ കാണുന്ന നമ്മുടെ കെട്ടിടങ്ങളെല്ലാം. ഇതൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ അതിന് മുമ്പും അത് കഴിഞ്ഞുമൊക്കെ ഉണ്ടായിട്ടുള്ള സാധനങ്ങൾ. അതിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല. ഈ മൊത്തം കാടായി. പിന്നെ അതിനകത്തോട്ട് കയറിപ്പോയ മൊത്തം ചപ്പ. വേറെ അതിനകത്ത് അടുത്ത് നോക്കാം. ഇതിനകത്ത് പിന്നെയും കയറണം. അത് ഞാൻ പറഞ്ഞു പാമ്പുണ്ടെന്ന്. അല്ല പാമ്പ്. അയ്യോ, പാമ്പല്ലായിരുന്നു. ഞാൻ തന്നെ അവിടെ നിൽക്കുന്നത്. അടുക്കളയായിരുന്നു. ഇപ്പോൾ തറയൊക്കെ കാണാം. അടുക്കളയുടെ മറ്റേ പാതകം. പക്ഷെ ഒന്നും കൃത്യമായിട്ട് കാണത്തില്ല. ഇതുണ്ടോ, കല്ലിലുള്ള പണിയാണ് മൊത്തം. പേരയ്ക്കുണ്ട്. ചില പേരയ്ക്ക നല്ലതായിരിക്കും, ചിലതിനകത്ത് മൊത്തം വെള്ളമാണ്. പോയി ആണാ കാറിക്കൊണ്ടിരുന്നത്. ഒരു നമ്പറൊക്കെ ഇട്ടുണ്ട്.
ഫ്രൂട്ട്സൊക്കെ ഇവിടെ കൃഷി ചെയ്തേക്കുന്നത്. സപ്പോട്ട, കാപ്പി ഇതെനിക്ക് തോന്നുന്നു മറ്റേ റംബൂട്ടാൻ പോലത്തെ സാധനമാണ്. വേഗം നോക്കുന്നു. ചൂരലുണ്ടോ? ചൂരൽ ചൂരൽ ഒന്നുണ്ടോ? മൊത്തം ചൂടില്ല. എന്നൊക്കെ ഇവിടെ കൃഷിയുള്ളേ? ഇവിടെ സപ്പോട്ട. ഇത് സപ്പോട്ട കായ്ച്ചല്ലോ. ഇതാണ് പൂ ഇട്ടേക്കുന്നത്. പിന്നെ മാംഗോസ്റ്റിൻ, പിന്നെ എന്നാ അവയു, എന്നാ അതിൻ്റെ പേരെന്നാ? അബിയു. ഇന്ന് ചെറിയ തെളിച്ചമുണ്ട്. ഇത് മാംഗോസ്റ്റിനാന്ന് തോന്നുന്നല്ലേ. ആ എന്നാ ഈ കാലാവസ്ഥയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാകുന്നതായിട്ട്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. നാരകം, ഓറഞ്ച്, അങ്ങനെയുള്ള ആപ്പിളൊക്കെ ചിലപ്പോൾ പറ്റുമെന്ന് തോന്നുന്നു, അറിയില്ല, കണ്ടിട്ടില്ല. അങ്ങനെ ഓറഞ്ച് ഇഷ്ടം പോലെ കാണാറുണ്ട്. ഈ ഭാഗത്തൊന്നും ഇല്ല. പക്ഷേ വീണ്ടും മഞ്ഞ് കയറി വരുന്നുണ്ട്. ഈ ചെരുപ്പിന് എത്ര വില വരും? നിങ്ങൾ ഇവൻ പറയട്ടെ, എത്ര രൂപ? അറിയത്തില്ലേ? നീ എന്നിട്ട് അറുന്നൂറെന്ന് പറഞ്ഞ നുണയായിരുന്നു. അപ്പം 200 രൂപയുള്ള കേട്ടോ അതിന്. അതൊക്കെ കേട്ടോ, പുള്ളിയൊക്കെ എക്സ്പോസ് ചെയ്യണം. കുറച്ചുകൂടെ പറയാൻ
ഒന്ന് പിണങ്ങി പോവാ. നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. കള്ളങ്ങൾ അറിയണം, ജനങ്ങൾ അറിയണം, പ്രേക്ഷകർ ഇത് തീരുമാനിക്കണ്ട. നമ്മളവിടെ ആ വേലിയുടെ സൈഡിൽ കൂടെ വെച്ചേക്കുന്ന കൂട്ട് ശരിയാണ്. ഇതേ ഈ സാധനത്തെ ഒരു കായ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ അവിടെ ഇത്രയും നാളായിട്ട് ഇങ്ങനൊരു സാധനം കണ്ടിട്ടില്ല. പക്ഷെ ഇതൊക്കെ നോക്കി, ഇതിലിങ്ങനെ ഒരു സൈസ് എന്തോ ഒരു കായ. ഞാൻ ഒരു ദിവസം നടന്നു പോകുന്നു പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? അതെ. നീ തന്നെ കണ്ടുപിടിച്ച 2-3 രസങ്ങളില്ല, അത് വന്നിട്ട് കണ്ടു. പാട്ട് പാടും. ഒരു പാട്ടൊക്കെ പഠിക്കാം. രാജാങ് കേക്കട്ടെ ഇല്ലേ? ഒന്ന് മൂടില്ലേ? വൈകുന്നേരം എങ്ങനെ പോകുന്നു? വൈകുന്നേരം എങ്ങനെ പോകുന്നു? എങ്ങനെ പോവാം? അതെ, നിങ്ങൾ വരത്തില്ലേ? കുറച്ചു കൊണ്ട് വിടാം. പകുതി വഴി നിങ്ങൾ വരത്തില്ലേ? ഞാനെന്താ പറഞ്ഞത്? നിന്റെ കൂടെ പറഞ്ഞോ? അല്ലെന്നാ, ഞാൻ മുണ്ടക്കാൻ വരല്ലോ. ഒരുമിച്ച് മുടക്കാൻ വരുള്ളൂ. അല്ല, അവിടെ ഇവിടുന്ന് കുട്ടിക്കാണത്തോന്നു എന്നായി ബസ് വരുന്നില്ലേ? കയറി കാല് പിടിക്കില്ല, കാലൊന്നും കാണിച്ചേക്കല്ലേ. എൻ്റെ ഒന്നും ഇട്ടേക്കല്ലേ. എന്നെയൊക്കെ വാച്ച് ചെയ്യാൻ ഒരുപാട് പേരൊക്കെ ഉണ്ട്. നമുക്ക് അവിടത്തേക്ക് വീഡിയോ എടുത്താലോ? അവിടുത്തെ നിങ്ങൾ എടുത്താലേ? ഞങ്ങളെടുത്തു. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? നീ എന്തായാലും മറ്റേ വൈഫൈയും തപ്പിപ്പോയി. ഇവന്റെ യൂട്യൂബ് ചാനലിനെ പറ്റി ഒന്ന് പരാമർശിച്ച് വിട്ടേക്കും. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനാ കഞ്ഞിക്ക് വകയില്ലാത്ത കുടുംബത്തിലെ നോവലാണ്. നിങ്ങളെ ഓരോ സബ്സ്ക്രൈബ് ഓരോ രാജ്യം പോലെയാ. നിന്റെ കഥ പറയാമോ? ചെറുപ്പം തൊട്ടുള്ള? എനിക്കൊന്നും അറിയില്ല. നിന്റെ കഥ എനിക്കറിയില്ല. പിന്നെ നിനക്ക് ആരുടെ അറിയാമേ? എനിക്ക് എന്റെ കഥ പോയി നോക്കുന്നു. കാലിന് വളം കൂടെ ഏതാവഴി മീനെ ഇറക്കാനാ പുതിയത്. ഓ, ഞാൻ ഇന്ന് ഓർത്തുള്ളൂ രാവിലെ. കുറച്ച് മീൻ നമ്മൾ പറഞ്ഞല്ലേ മീനെ ഇറക്കുമായിരുന്നു. കൊള്ളായിരുന്നു. മീനാണോ അത്? പിന്നെ മീനുണ്ടോ അതിനകത്ത്? വെള്ളമായിട്ട് സെറ്റാണ് ടെമ്പറേച്ചർ. എന്നാ മീനാ? എന്നാ മീനാ? ഇത് മുട്ട സാധനമാണല്ലോ. എല്ലാം ഓരോ ടൈപ്പാണോ? എന്നാ സാധനം? വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഇത് മീൻ കിടക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കൂടെ സെറ്റാണ്. പയ്യെ എന്നിട്ട് പയ്യെ ഇറക്കിയുള്ളൂ. നമ്മൾ കയറി അവിടെ അങ്ങ് മേലെ കയറിയിരിക്കുകയല്ലേ? ഫോട്ടോ എടുക്കുക അമ്മമാരെ. തെന്നൊന്നും ആവുന്നില്ല. കുത്തനെ നടന്ന് വരാം. ഞങ്ങൾ താഴെ മരം നിൽക്കുന്നില്ല, അതിൻ്റെ താഴെ വരെ പോകാം പാതിരാത്രിയിൽ.
അടിപൊളി സ്ഥലമാണ്, കയറാറുന്നല്ലേ രാത്രി പോകുന്നത്. നിങ്ങളെ മൾട്ടിമീറ്റർ അല്ലേ ബൈ? പഴിച്ചു വിടുന്നുണ്ടോ അതിനെ? മീനെ ഇറക്കി വിടുന്നുണ്ടോ? ഇതെവിടുന്ന മീന്? എറണാകുളത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. അത് ഫ്രീ ആയിട്ട് വരുന്നതാണോ അപ്പം? ഒരെണ്ണത്തിന് 25 രൂപ. എന്നാ ഇത് മീന്? കാളാഞ്ചി. ഈ വെള്ളമായിട്ട് സെറ്റാണ്. അവര് കുറേ നേരമായില്ലേ മേളിൽ കയറിയിട്ട്? ഇത് ഒരെണ്ണത്തിനകത്ത് 40. എറണാകുളത്ത് നിന്ന് അപ്പം കയറ്റി വിട്ടോ? പോയെടുത്തോളാം. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ തരികയല്ലേ അപ്പം അമ്മ? ഓക്കെ, ചിലർക്കൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ റിക്വയർമെന്റ് ഇത്രയും കൂടുതലായതുകൊണ്ട്. ഇവിടെ ഇതിനകത്ത് മാത്രമേ ഉള്ളൂ? ഇതിനകത്ത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ നാച്ചുറൽ സോഴ്സുമായിട്ട് കണക്റ്റഡാ. ഇതിപ്പോ ആ ഒരു അടച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാൻ സ്ഥലമില്ല. എല്ലാത്തും ഇടാനാ. നല്ലതായിരുന്നു. മീനും വെള്ളവും നല്ല ഇതായിട്ട് കിടക്കും. നന്നായിട്ട് കിടക്കും. വേറെ ഈച്ചയും അങ്ങനത്തെ വേറൊന്നും ഉണ്ടാകത്തില്ല. വെളുത്ത വലിയ ടാങ്കിനകത്ത് കുറച്ചെണ്ണത്തിന് ഇട്ടേക്കാൻ പറയാം. അവിടെയോ? വലിയ മീൻ ഇട്ടാക്കണം, പക്ഷെ ഇതിന്റെ കാട്ടമൊക്കെ പോയി. അല്ല, അങ്ങനെ ഒത്തിരി പെരുകുന്നതല്ല, അല്ലാതെ ഒരു കുറച്ചെണ്ണം കിടക്കുവാണെങ്കിൽ തവളയും അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ, അതൊന്നും വരായിരുന്നു. തന്നെ ഇറങ്ങി വന്നാ വെളിയിലത്തെ കവർ അടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കിടക്കും. ഇപ്പൊ ചാടും. ഇതെന്തോരം വലുതാകുന്നു? ഇത് പറയപ്പെടുന്ന 10-20 കിലോ ആകുന്നു. ചത്തിട്ടില്ല, ഇച്ചിരി ഒരു അതാ മറ്റേ വെള്ളത്തിലോട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ടാന്ന് തോന്നുന്നു. അനങ്ങാതെ നിൽക്കുന്നില്ല. എറണാകുളത്തെ അതെ. ഇനിയുള്ളത് ചുമ്മാ അവിടെ ഇട്ടാൽ മതി. ആ ഒരു കവർ അടിച്ചിട്ടേ അത് തന്നെ ഇറങ്ങി എപ്പോഴേലും പോകുമോ. ഇന്നത്തെ പണി കഴിഞ്ഞ്
വ്യത്യാസം വന്നല്ലേ? ഇന്ന് രാവിലെ 7:45 വരെ മഴയില്ലായിരുന്നു. ഇന്നലെ വൈകുന്നേരം തൊട്ട് അപ്പൊ ഞങ്ങളെല്ലാം മാറി എന്നുള്ള രീതിയിൽ അങ്ങ് തുടങ്ങി 8 മണി തൊട്ടൊരു ഉച്ച വരെ. ഉച്ച കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്നെങ്കിലും ഒന്ന് രീതിയിൽ കണ്ടത്. മേലെ മഞ്ഞില്ലാഞ്ഞതിന്റെ കേട് തീർക്കുന്നവരാണല്ലോ ഇവിടെ മഞ്ഞ്. അതൊന്ന് ക്ലിയർ ആണ്. പോവും. അവധിക്കുള്ള പോലെ അവധി സമയത്ത് എന്നാ കാര്യം വലിയ മഴയും ഇടലായിട്ടും ഇടലായിട്ടും ഒക്കെയാണ്. അവിടെ ആയിരിക്കുന്നത്
ഇവിടെ ഈ സ്വർണ്ണക്കട ഇവിടെ ശരി ഇത് ബോഡി വേന്നാണ് ഇറ്റ ആ അമൃതം പൊടിയൊക്കെ ഉണ്ടേ. ലൈറ്റ് കിട്ടുന്നു ഒരു മിനിറ്റ്. ഓ കാണുന്നില്ല എന്നാ. ഓ തിന്നുന്നല്ലോ. മഴ പെയ്തോടി ഇന്ന്? വെളിവില്ലല്ലോ. നീ വന്നോ? അതിനകത്തിന് വന്നു മാർക്ക് ഇതങ്ങോട്ട് മാറ്റിയെടുത്ത. എന്തിനാ വന്നേ? വെറുതെ വന്നതാണ്. ഞാൻ അവിടെ ഒന്നുമില്ലായിരുന്നു. ഞാൻ പിന്നെ ചുമ്മാ വന്നാണോ? എന്നാ കുപ്പി മതിയോ? ഞാൻ എന്നാ ജയനല്ലേ? വെള്ളം കുടിച്ചോ? ഉപ്പ് കുടിച്ചോ? ആര്? ആ അത് കൊണ്ടുവന്നോ നോക്കട്ടെ. ഇതോ അവിടെ കൊണ്ട് വെച്ചോ. എവിടെ